ദശാംശ സംഖ്യകൾ അഥവാ ഡെസിമൽ നമ്പേഴ്സ്. അതായത് കേരള PSC മാത്സ് പാക്കറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ദശാംശ സംഖ്യകൾ. അപ്പോൾ ഹൈസ്കൂൾ സെക്ഷനിൽ പഠിച്ച ഡെസിമൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് കേരള PSC ചോദിക്കാറുള്ളത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 1 + 1/10 + 1/100 + 1/1000 എന്ന സംഖ്യയുടെ ദശാംശ രൂപം എന്ത്? അപ്പോൾ ഇതെന്ന് പറയുന്നത് ദശാംശ സംഖ്യകൾ എന്ന ഭാഗത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് 1/10 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയാം, എന്നാൽ ഡൗട്ടുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഒരു ഫ്രാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഡിനോമിനേറ്റർ 10ൻ്റെ പവറിലാണെങ്കിൽ, അതായത് 10ൻ്റെ പവർ എന്ന് പറയുമ്പോൾ 10⁻1, 10², 10³ അതായത് വാല്യൂസ് അപ്പോൾ എങ്ങനെ വരും? 10, 100, 1000, 10,000 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് ഡിനോമിനേറ്റർ 10, 100, 1000, 10,000 എന്നീ ഓർഡറിലാണെങ്കിൽ, അപ്പോൾ ഈ 10, 100, 1000, 10,000 ഇതിനൊക്കെ സീറോസ് ഉണ്ടല്ലോ. അപ്പോൾ എത്ര സീറോകളുണ്ട് അതിനനുസരിച്ച് വേണം ന്യൂമറേറ്ററിൽ ഡെസിമൽ പ്ലേസസ് കണക്കാക്കി കൊടുക്കാൻ. അപ്പോൾ ന്യൂമറേറ്ററിൽ ഏത് സംഖ്യയാണെന്ന് നോക്കണം, ആ സംഖ്യയ്ക്ക് അനുസരിച്ച് വേണം ഡെസിമൽ പ്ലേസസ് കണക്കാക്കാൻ. അപ്പോൾ ഇവിടെ 1/10 ആണെങ്കിൽ 1/10 എന്ന് പറയുമ്പോൾ 10ൽ ഒരു സീറോയാണുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ ഒരു ഡെസിമൽ പ്ലേസസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 1 ആണ്. അപ്പോൾ 1നെ ഒരു ഡെസിമൽ പ്ലേസിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും? 0.1 എന്ന് വരും. അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് അല്ലേ വന്നത്? 0.1. എങ്കിൽ 1/100 എങ്ങനെ വരും? 100ൽ 2 സീറോയാണുള്ളത്, അതുകൊണ്ട് 2 ഡെസിമൽ പ്ലേസ് വേണം. അപ്പോൾ 0.01 എന്ന് വരും. എങ്കിൽ 1/1000 0.001 എന്ന് വരും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 + 1/10 + 1/100 + 1/1000 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ 1.111 എന്ന് വരും. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെസിമൽ അല്ല, ഒരേ ഓർഡറിൽ തന്നെ വരണം. ആ ഓർഡറിൽ തന്നെ എഴുതിയിട്ട് ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഡെസിമൽ വല്ലതും ഉണ്ടോ? 1 എന്ന് പറഞ്ഞാൽ 1.0 എന്ന് എഴുതാം, 1.00. നമുക്കിവിടെ 3 ഡെസിമൽ വരെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് 1നെ 1.000 എന്ന് എഴുതി ആഡ് ചെയ്തേക്കുന്നത്. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 7.459 ഡിവൈഡഡ് ബൈ 0.007459. ഇതിൻ്റെ ആൻസർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സംഖ്യ നോക്കുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്പേഴ്സ് ഒന്ന് തന്നെയാണ്. അതായത് 7459 എന്ന നമ്പർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഡെസിമലിൽ മാറ്റമുണ്ട്. അതായത് ഇവിടെ 7459 എന്ന നമ്പറിനെ ന്യൂമറേറ്ററിൽ 3 ഡെസിമൽ പ്ലേസസിനും ഡിനോമിനേറ്ററിൽ 6 ഡെസിമൽ പ്ലേസസിനുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്പർ സെയിം ആയതുകൊണ്ടാണ് ഇവിടെ 7459 ഡിവൈഡ് ബൈ 7459 എഴുതിയിരിക്കുന്നത്. കൂടെ നമ്മൾ എന്തുകൂടെ ചെയ്യണം? ഇപ്പോൾ ഡെസിമൽ പ്ലേസസ് നോക്കുക. ന്യൂമറേറ്ററിൽ 3, ഡിനോമിനേറ്ററിൽ 6. അപ്പോൾ ന്യൂമറേറ്ററിൽ 3ൻ്റെ ഒരു കുറവുണ്ട്, അതുകൊണ്ട് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സെയിം നമ്പർ ആയതുകൊണ്ട് സെയിം നമ്പർ ക്യാൻസൽ ചെയ്ത് പോകും. ബാലൻസ് എന്താണ്? 1000 ആയിരിക്കും ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 6.28 ഡിവൈഡഡ് ബൈ 0.002. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്പേഴ്സ് സെയിം അല്ല. ഒന്ന് 628, ഒരെണ്ണം 2, അങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഡെസിമൽ പ്ലേസസിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ന്യൂമറേറ്ററിൽ 2 പ്ലേസസും ഡിനോമിനേറ്ററിൽ 3 പ്ലേസസുമാണ്. അപ്പോൾ എവിടെയാണ് കുറവ്? ന്യൂമറേറ്ററിലല്ലേ കുറവ്. എത്രൻ്റെ കുറവാണ്? ഒരു പ്ലേസിൻ്റെ കുറവ്. അപ്പോൾ അതുകൊണ്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ടായിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ നമ്പേഴ്സ് 628, 2 ആണ്. അപ്പോൾ 628/2 ചെയ്തിട്ട് ഡെസിമൽ പ്ലേസസ് കുറവായത് എവിടെയാണ്? ന്യൂമറേറ്ററിലാണ് ഒരു ഡെസിമൽ പ്ലേസിൻ്റെ കുറവ്, അതുകൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 628/2 ചെയ്യുമ്പോൾ 314 കിട്ടും. 314 × 10 3140 ആൻസർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 0.0049 × 0.00081 ഡിവൈഡഡ് ബൈ 0.0009 × 0.00007. ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ഒന്നും നോക്കണ്ട, നമ്പേഴ്സ് തമ്മിൽ അങ്ങ് മാറ്റി എഴുതാം. അവ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 49,
81, 9, 7. അതായത് 49 ഇൻറ്റു 81 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 7. നമ്പേഴ്സ് മാത്രമാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഡെസിമൽ പ്ലേസസ് നോക്കാം. ഓരോന്നിലും എത്ര ഡെസിമൽ പ്ലേസസ് വീതം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേതിൽ 4 ഡെസിമൽ പ്ലേസസ്, രണ്ടാമത്തതിൽ ന്യൂമറേറ്ററിലെ കാര്യമാണ്, രണ്ടാമത്തതിൽ 6 ഡെസിമൽ പ്ലേസസ്, ടോട്ടൽ 10 ഡെസിമൽ പ്ലേസസ് ഉണ്ട് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ 4ഉം 5ഉം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 9 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിലാണ് കൂടുതൽ. എത്ര? 10 ഡെസിമൽ പ്ലേസസിന്, ഡിനോമിനേറ്ററിൽ 9 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ എവിടാണോ കുറവ്? ഡിനോമിനേറ്ററിലാണ് കുറവ്. എത്രൻ്റെ കുറവ്? 1 ഡെസിമൽ പ്ലേസിൻ്റെ കുറവല്ലേ ഉള്ളത്. അതുകൊണ്ട് 10 കൊണ്ട് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ നമ്പറിനെ 1/10 ചെയ്തേക്കുന്നത്. ഈ നമ്പേഴ്സിനെ തമ്മിൽ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. അതായത് 49/7, അതായത് 49ഉം 7ഉം കൂടെ വെട്ടുമ്പോൾ ന്യൂമറേറ്ററിൽ 7 വരും. അതുപോലെ തന്നെ 9, 91ഉം കൂടെ വെട്ടുമ്പോൾ ന്യൂമറേറ്ററിൽ 9 വരും. അപ്പോൾ ആൻസർ 7 ഇൻറ്റു 9 ഇൻറ്റു 1/10 എന്നാണ്. അതായത് 7 ഇൻറ്റു 9 63 ഡിവൈഡഡ് ബൈ 10 വരും. 63 ഡിവൈഡഡ് ബൈ 10നെ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ന്യൂമറേറ്ററിൽ 63, ഡിനോമിനേറ്ററിൽ 10, അതായത് ഒരു 0 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലേസിനാണ് മാറ്റേണ്ടത്. അതായത് 6.3 ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 17.1 ഡിവൈഡഡ് ബൈ 3.8 ദ ഹോൾ ഡിവൈഡഡ് ബൈ 36 മൈനസ് 35.5. അപ്പോൾ നമുക്ക് ആദ്യം ന്യൂമറേറ്റർ എടുത്ത് ചെയ്യാം. ന്യൂമറേറ്റർ എടുക്കുമ്പോൾ 17.1 ഡിവൈഡഡ് ബൈ 3.8. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പേഴ്സിനെ എഴുതുമ്പോൾ എങ്ങനെ വരും? 171 ഡിവൈഡ് ബൈ 38 എന്ന് വരും. ഇനി നോക്കേണ്ടത് ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ഡെസിമൽ പ്ലേസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഓരോ ഡെസിമൽ പ്ലേസിനല്ലേ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സ് മാത്രം മതി. അതായത് 171 ഡിവൈഡ് ബൈ 38 എന്ന് മാത്രം മതി. അപ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 4.5 കിട്ടും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇങ്ങനെ ഡെസിമൽ സെയിം ആണെന്നുണ്ടെങ്കിൽ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ഡെസിമൽ പ്ലേസസ് ആണെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ അല്ലെങ്കിൽ ആ ഡിജിറ്റിനെ മാത്രമായിട്ട് അങ്ങ് എഴുതിയിരുന്നാൽ മതി. പിന്നെ ആ ഡിജിറ്റിനെ തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഡിനോമിനേറ്റർ നോക്കുമ്പോൾ 36 മൈനസ് 35.5 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് മൈനസ് ചെയ്യാൻ അറിയാം, 0.5 ആണ്. 36ൽ നിന്ന് 35 കുറച്ചാൽ 0.5. അപ്പോൾ ഇനി ആൻസർ എങ്ങനെ എഴുതാം? നമുക്ക് നേരത്തെ 4.5 കിട്ടി. അപ്പോൾ 4.5 ഡിവൈഡഡ് ബൈ 0.5. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്പേഴ്സ് മാത്രം നോക്കുമ്പോൾ 45 ഡിവൈഡ് ബൈ 5 വരും. ഡെസിമൽ പ്ലേസസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 45/5ൻ്റെ ആൻസർ അങ്ങ് എഴുതിയാൽ മതി. ആൻസർ 9 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 0.222 എക്സെട്ര. അപ്പോൾ ഈ 2 കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഭിന്നക രൂപം അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം എന്നതാണ് ക്വസ്റ്റ്യൻ. 0.222 എക്സെട്ര. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഏത് ഡിജിറ്റ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത്, ഏത് ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 2 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഡിവൈഡഡ് ബൈ 9 എന്ന് എഴുതാം. അതായത് ഒറ്റ ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഡിജിറ്റ് ന്യൂമറേറ്ററിൽ കൊടുക്കുക, ഡിനോമിനേറ്ററിൽ 9 എഴുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0.111 എങ്ങനെ എഴുതാൻ പറ്റും? 1/9 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 0.555 എക്സെട്ര ആണെങ്കിൽ 5/9 എന്ന് എഴുതാം. 0.777 എക്സെട്ര ആണെങ്കിൽ 7/9 എന്ന് എഴുതാം. ഇത് ഓർത്ത് വെച്ചേക്കുക. ഇനി 0.242424 എക്സെട്ര എന്നതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ് 242424 എന്ന് പറഞ്ഞല്ലേ പോകുന്നത്. അതായത് ഒരു 2 ഡിജിറ്റ് നമ്പറാണ് ഡെസിമലിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആ 2 ഡിജിറ്റ് നമ്പറിനെ ന്യൂമറേറ്ററിൽ എഴുതാം. അതായത് ഇവിടെ 24 ഡിവൈഡഡ് ബൈ 99 ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 24 ഡിവൈഡ് ബൈ 99 എന്ന് വരും. അപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 2 ഡിജിറ്റ് നമ്പറിനെ ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്ററിൽ 99 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 0.363636 എക്സെട്ര എങ്ങനെ എഴുതാം? 36 ഡിവൈഡഡ് ബൈ 99 എന്ന് എഴുതാം. 0.123 എക്സെട്ര ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു 3 ഡിജിറ്റ് നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, 123, അതായത് 123, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ
ഡിജിറ്റ് നമ്പറിനെ ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്ററിൽ അപ്പോൾ എന്തെഴുതണം? 999 എന്ന് എഴുതണം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ 0.745 745 745 എക്സെട്ര ആണെങ്കിൽ എന്തെന്ന് എഴുതാം? 745 ഡിവൈഡഡ് ബൈ 999 എന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമല്ലേ പറഞ്ഞത്? അതായത് 0.8888 എക്സെട്ര എന്ന് പോവുകയാണെങ്കിൽ ഒരു ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡിജിറ്റിൻ്റെ മുകളിൽ ഒരു ബാർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് 0.8 ബാർ. അപ്പോൾ 0 കഴിഞ്ഞ് 8 അല്ലേ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്, അതുകൊണ്ട് 8 ബാർ എന്ന് കൊടുക്കാം. അപ്പോൾ 0.424242 എക്സെട്ര ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 0.42 ബാർ. അപ്പോൾ 42 വേണം ബാർ കൊടുക്കാൻ. ഏതാണോ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ മുകളിലാണ് ആ ബാർ പോലെ കൊടുക്കേണ്ടത്. അപ്പോൾ 0.125 ബാർ എന്ന് വെച്ചാൽ എന്തായിരിക്കണം? 0.125 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കണം. 0.3 ബാർ എന്ന് വെച്ചാൽ 0.333 എക്സെട്ര ആയിരിക്കും. 0.27 ബാർ എന്ന് വെച്ചാൽ 0.272727 അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 4.27 ബാർ എന്നതിൻ്റെ ഭിന്നക രൂപം അല്ലെങ്കിൽ ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരുന്നു അങ്ങനെ ബാർ കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുമെന്നല്ലേ. അതായത് 4.27 ബാർ എന്ന് വെച്ചാൽ എന്താണ്? 4.272727 എക്സെട്ര എന്നായിരിക്കും. നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 4.272727 എന്ന് വെച്ചാൽ 4ൻ്റെ കൂടെ ഈ 0.272727 ആഡ് ചെയ്യുന്നതായിരിക്കത്തില്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 4 + 0.2727 എക്സെട്ര എന്ന് എഴുതാം. അപ്പോൾ 4 പ്ലസ് ഈ 0.2727 നമ്മൾ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇതിനെ ഭിന്നസംഖ്യ രൂപത്തിൽ 27 ഡിവൈഡ് ബൈ 99 എന്ന് എഴുതിക്കൂടെ? ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ പോരെ? ഇത് നമുക്കിവിടെ വെച്ച് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഫ്രാക്ഷനെ എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. അതായത് ഇവിടെ 27/99 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3/11 എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 + 3/11 ചെയ്യുമ്പോൾ ആൻസർ 47/11 എന്നായിരിക്കും കിട്ടുന്നത്. എങ്കിൽ 5.8 ബാർ എന്നതിൻ്റെ ഭിന്നസംഖ്യ രൂപം എങ്ങനെ എഴുതാം? 5.8 ബാറിന് നമുക്ക് എങ്ങനെ എഴുതാം? 5.888 എക്സെട്ര എന്ന് എഴുതിക്കൂടെ? അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 5 + 0.888 എന്ന് വരും. അപ്പോൾ 5 + 8/9 എന്ന് എഴുതാം. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതാം. അപ്പോൾ ആൻസർ 53 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. അപ്പോൾ 3.777 എക്സെട്ര എന്നതിൻ്റെ ഭിന്നക രൂപം എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് എഴുതാം? നമുക്ക് 3 + 0.777 എക്സെട്ര എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 0.777നെ നമുക്ക് എങ്ങനെ എഴുതാം? 7/9 എന്ന് എഴുതിക്കൂടെ? അതായത് 3 + 7/9 34/9 എന്ന് ആൻസർ കിട്ടും. മറ്റൊരു ക്വസ്റ്റ്യൻ 0.27 ബാർ + 0.45 ബാർ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 2 ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 0.27 ബാറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.272727 എക്സെട്ര എന്ന് എഴുതാം. അതിനെ നമുക്ക് ഫ്രാക്ഷനാക്കി എങ്ങനെ എഴുതാം? 27/99 എന്ന് എഴുതാം. അപ്പോൾ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാ? 9 കൊണ്ട് മുകളിലും താഴെയും വെട്ടുമ്പോൾ നമുക്ക് 3/11 എന്ന് കിട്ടും. അതുപോലെ 0.45 ബാറിനെ എങ്ങനെ എഴുതാം? 0.454545 എക്സെട്ര എന്ന് എഴുതാം. അതിനെ നമുക്ക് 45/99 എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/11 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി ആഡ് ചെയ്താൽ പോരെ? അതായത് ആഡ് ചെയ്യുമ്പോൾ 3/11 + 5/11 വരും. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററിൽ അങ്ങ് ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ 3 + 5 8 വരും. ഡിനോമിനേറ്റർ എന്താണോ അത് തന്നെ. അപ്പോൾ 8/11 ആയിരിക്കും ആൻസർ. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ 0.5 ബാർ × 0.3 ബാർ അതിൻ്റെ വാല്യൂ എന്താണെന്നാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 0.5 ബാറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.555 എക്സെട്ര എന്ന് എഴുതാം. അതായത് അതിനെ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 5/9. 0.3 ബാർ 0.333 എക്സെട്ര എന്ന് വരും. അതിനെ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 3/9. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫ്രാക്ഷനായിട്ട് എഴുതാമെങ്കിൽ നമ്മൾ ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ 3/9 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? 3 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആൻസർ 1/3 വരും. അതായത് 5/9 × 1/3 ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതുക. അതായത് 5 × 1 5 ഡിവൈഡഡ് ബൈ 9 × 3 എത്രയാണ്? 27. ആൻസർ 5/27. 0.333 × 0.666 എക്സെട്ര. ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ആദ്യം ഇതിനെ ഫ്രാക്ഷൻ ആക്കിയല്ലേ മാറ്റേണ്ടത്. അതായത് 3/9 × 6/9 എന്ന് എഴുതാം.
ഒന്നുകിൽ നമുക്കിതിനെ ചെറുതാക്കിയിട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നേരെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതിയിട്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ എഴുതിയിട്ട് പിന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താലും മതി. അപ്പോൾ 18/81 വരും. അതായത് ന്യൂമറേറ്ററിൽ 6 × 3 വരും, അല്ലെങ്കിൽ 3 × 6 വരുമ്പോൾ 18 വരും. ഡിനോമിനേറ്ററിൽ 9 × 9 81 വരും. അപ്പോൾ 18/81 നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/9 എന്ന് കിട്ടും. ഈ 2/9 നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഡിനോമിനേറ്ററിൽ 9 ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ ഏത് ഡിജിറ്റ് ആണോ പോയിന്റ് കഴിഞ്ഞിട്ട് ആ ഡിജിറ്റ് അങ്ങ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ 0.222 ആയിരിക്കും എക്സെട്ര ആയിരിക്കും ആൻസർ. അതായത് ഓപ്ഷനിൽ ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ 2/9 എന്ന് എഴുതിയാൽ മതി. അതല്ല അത് ഡെസിമലിലേക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 0.222 എക്സെട്ര അതായിരിക്കും ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.